താരാട്ട്. രചന റാണി വർഗീസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എടോ അഞ്ജലി, തന്റെ മൊബൈൽ പല പ്രാവശ്യം റിങ് ചെയ്തു. ആരാ നോക്കിക്കേ? ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ സുമ മിസ് പറഞ്ഞു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സോണിച്ചന്റെ അമ്മച്ചിയുടെ 10 മിസ്ഡ് കോളുകൾ. ഉള്ളൊന്ന് കാളി. എന്തെങ്കിലും അത്യാവശ്യമോ അതോ വല്ല ആപത്തോ? മനസ്സ് അങ്ങനെയാണല്ലോ, ശുഭചിന്തകൾക്ക് മുമ്പേ വേണ്ടാത്തവയിലേക്ക് കടന്നു വരിക. മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് ഫോണുമായി സ്റ്റാഫ് റൂമിന് പുറത്തിറങ്ങി. അമ്മച്ചിയുമായി സംസാരിക്കുന്ന മറ്റാരും കേൾക്കണ്ട. ഒറ്റ റിങ്ങിൽ തന്നെ അമ്മച്ചി ഫോൺ എടുത്തു. മോളെ. ആർദ്രതയുള്ള സ്വരം കാതിൽ കേട്ടു. മോളെ, മെർലി പ്രസവിച്ചു. സിസേറിയനായിരുന്നു. പെൺകുഞ്ഞുങ്ങളാ. മെർലിയെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലേക്ക് മാറ്റി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കർത്താവ് കാത്തു. മോളെന്തൊന്നും മിണ്ടാത്തേ? കേൾക്കുന്നുണ്ട് അമ്മച്ചി. അമ്മച്ചി പറഞ്ഞോളൂ. കുഞ്ഞുങ്ങളെ കാണിച്ചു മോളെ. നല്ല തക്കുടു വാവകള്. നിന്റെ ആലീസ് ആൻറ്റി ഇവിടെയുണ്ട്, മെർലിയുടെ അമ്മ. ശരി അമ്മച്ചി, എനിക്ക് അടുത്ത ക്ലാസ്സിന് പോകണം. വെച്ചോട്ടെ. മോളെപ്പോഴാ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? നമ്മുടെ കളരിക്കൽ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടികളല്ലേ. സേവിച്ചനും സോണിച്ചനും ഒക്കെ ഇവിടെയുണ്ട്. മോളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അഞ്ജലി അലസമായി മൂളി. അമ്മച്ചിയുടെ സ്നേഹവും കരുതലും എപ്പോഴും ആ വാക്കുകളിൽ നിറയുന്നുണ്ട്. ശരി അമ്മച്ചി. അഞ്ജലി ഫോൺ കോൾ കട്ട് ചെയ്തു. സ്റ്റാഫ് റൂമിലേക്ക് തിരികെ കയറിയപ്പോൾ പ്രിയയെ കണ്ടു. പ്രിയയോട് കാര്യം പറഞ്ഞു. നമുക്ക് പോകാടോ, പ്രിയ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഒരവറേ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് നേരത്തെ കോളേജിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചു. റിസപ്ഷൻ ചോദിച്ച് മുറി കണ്ടുപിടിച്ചു. മുറിയിൽ സോണിച്ചൻ്റെ അമ്മച്ചിയും ആലീസ് ആൻറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിക്ക് വളരെ സന്തോഷമായി. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആലീസ് ആൻറ്റിയും വന്ന് കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ തിരക്കി. നേഴ്സുമാർ കുഞ്ഞുങ്ങളുമായി വന്നു. പിങ്ക് നിറമുള്ള ടവലിൽ പൊതിഞ്ഞ് 2 മാലാഖ കുഞ്ഞുങ്ങൾ. ഒരേപോലെ 2 പൂമുട്ടുകൾ. ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ പോയി അടുത്ത് നിന്ന് കുഞ്ഞിക്കവിളുകളിൽ തലോടി. മോളെ, നിന്റെ കയ്യിൽ വെച്ച് തരാം, അമ്മച്ചി പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഇച്ഛാഭംഗമുണ്ടെന്നോ മറ്റോ അമ്മച്ചിക്ക് തോന്നിക്കാണണം. വേണ്ട അമ്മച്ചി, ഞാൻ പുറത്തുനിന്ന് വന്നല്ലേ. ഞാൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. പ്രിയ ഒരു കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. മെർലിയെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ നിന്ന് നാളെ മാറ്റുകയുള്ളൂ. കുഞ്ഞുങ്ങളുമായി നേഴ്സുമാർ തിരികെ പോയപ്പോൾ ഞങ്ങളും ഇറങ്ങി. അവിടെ കുറച്ചു നേരം കൂടി പിടിച്ചിരുത്താൻ അമ്മച്ചി ആലീസാനി കാര്യമായി ശ്രമിച്ചെങ്കിലും നാളെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ നിന്നിറങ്ങി. സോണിച്ചിനുമായി ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. വീട്ടിൽ വന്നപ്പോഴേ അമ്മ ചോദിച്ചു, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയല്ലേ? നന്നായി. പതുക്കെ തലയാട്ടി. അമ്മ പോയില്ലേ? പപ്പയും കൂടി പോവായിരുന്നല്ലോ. മോളെന്തിയാമ്മേ? പ്രിയ ചോദിച്ചു. അവൾ എണീറ്റിട്ടില്ല മോളെ, ഇപ്പോൾ ഉണർന്നേക്കും. നിങ്ങൾ പോകുമ്പോൾ ആൽവിനെ കൂടെ കൂട്ടിക്കാമേ, പ്രിയ അകത്തോട്ട് പോയപ്പോൾ പറഞ്ഞു. നാളെ ആവട്ടെ. സോണിച്ചനെ കണ്ടില്ലേ? ആശുപത്രിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് വെയിറ്റൊക്കെ ഉണ്ടോ? ചോദ്യങ്ങൾ നീളുന്നു. എല്ലാത്തിനും ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുങ്ങി. അത്താഴത്തിന് താഴേക്ക് വന്നപ്പോൾ പപ്പയും ഹോസ്പിറ്റൽ വിശേഷങ്ങൾ ചോദിച്ചു. മെർലി എന്തു പറയുന്നു? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? റൂമിലേക്ക് മാറ്റിയോ? എന്റെ മൗനം കണ്ടിട്ടാവും പ്രിയ എല്ലാത്തിനും മറുപടി പറഞ്ഞു. അടുക്കളയിലെ പണി ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ വീണ്ടും വന്നു ഓരോരോ ചോദ്യങ്ങളുമായി. എനിക്ക് നാളത്തേക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ വേഗം മുറിയിലേക്ക് പോന്നു. അമ്മയുടെ ദീർഘനിശ്വാസം പുറകിൽ കേട്ടു. പിറ്റേന്ന് രാവിലെ തന്നെ അമ്മച്ചി വിളിച്ചു. മോളെ, ഇന്ന് നിങ്ങൾ വരുമോ? എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. അമ്മച്ചി, ഇന്ന് അമ്മയും പപ്പയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ നാളെ വരാം, പോരെ? അമ്മച്ചി ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ പതുക്കെ പറഞ്ഞു. മോളെ, ഞാൻ നിന്നെ നിർബന്ധിക്കുകയല്ല. നീ അവിടുന്ന് പോന്നിട്ട് 3 മാസമായി. ഒരിക്കൽ പോലും നീ അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. മെർലി ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ. ഞാൻ 2 ദിവസം നിന്നിട്ട് മെർലിക്കും കുഞ്ഞുങ്ങൾക്കും പ്രശ്നമൊന്നുമില്ലെങ്കിൽ അങ്ങ് നമ്മുടെ വീട്ടിൽ പോകും. ഇവിടെ ഹോസ്പിറ്റലിലെ ദിവസമെങ്കിലും നിന്നെ ഒന്ന് കാണാലൊന്ന് കരുതിയാ ഞാൻ വിളിക്കുന്നു. ഞാൻ വരാം മച്ചി. പ്രിയയോട് ചോദിക്കട്ടെ? ഞങ്ങളെ വീണ്ടും കണ്ടപ്പോൾ ആലീസ് ആൻറ്റിക്ക് വളരെ സന്തോഷം. മെർലിയെ റൂമിൽ കൊണ്ടുവന്നിരിക്കുന്നു. അവളുടെ മുഖത്തെ കുട്ടിത്തൊക്കെ മാറി പാകത വന്നിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും മാറ്റം ഉണ്ടാവൂ? അവളുടെ അടുത്ത് ചെന്ന് കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. പതുക്കെ അവളുടെ തലയിൽ തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്ന കണ്ടു. നീ കുഞ്ഞുങ്ങളെ എടുത്തോ? ഇല്ലടി, എനിക്ക് ഈ പൊടിക്കുഞ്ഞുങ്ങളെടുത്ത് പരിചയമില്ലല്ലോ. എടുത്തൊക്കെ പഠിച്ചോ? പിന്നെ ഞാൻ പെറ്റണീറ്റ് വരുമ്പോഴേക്കും നീയും അങ്ങ് എത്തിയേക്കണം. മുറപ്രകാരം ഞാൻ നിന്റെ ചേട്ടത്തിയാ, അത് മറക്കരുത്. കേട്ടു. ഞാൻ വിനയം കാണിച്ചു. പഴയ കുസൃതിയും കുറുമ്പുമൊക്കെ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി. എല്ലാ സൺഡേ അവളെ കാണാനായി ഞാനും പ്രിയയും പള്ളിയിൽ നിന്ന് നേരിട്ട് പോയി. ഞങ്ങൾ ചെല്ലുന്ന ആലിസാനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു.
പ്രസവ ശുശ്രൂഷയിൽ ബോറടിച്ചിരിക്കുന്ന മെർലിക്ക് വലിയ ആഹ്ലാദവും. തിരിച്ചു വരുമ്പോൾ പ്രിയ ചോദിച്ചു, മെർലി കുഞ്ഞുങ്ങളെയും കൊണ്ട് കളരിക്കിലേക്ക് പോകുമ്പോൾ നീയും കളരിക്കിലേക്ക് ചെല്ലാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ആലീസ് ആൻറ്റി പറഞ്ഞു, നേരാണോ? അതിന് മറുപടിയായി അലസമായൊന്ന് മൂളി. നന്നായി. സോണിച്ചനായിട്ട് എന്താ പ്രശ്നം നീ പറഞ്ഞിട്ടില്ല, ഞാൻ ആൽവിനോ ചോദിച്ചിട്ടുമില്ല. നമ്മൾ തിക് ഫ്രണ്ട്സ് ആയിട്ട് പോലും ഞാൻ ചോദിക്കായിരുന്നു നീ സ്വമനസാല പറയട്ടെ എന്നും കരുതിയ. എന്തായാലും നിന്റെ ഡിസിഷൻ നന്നായിടി. ശരിയാണ്, ഞാനും പ്രിയയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മൂലമാണ് അവൾ എൻ്റെ നാത്തൂനായത്. ഞങ്ങൾ തമ്മിൽ ഒന്നും ഇന്നോളം മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ അവളോട് എന്ത് പറയാനാണ്? ഞങ്ങളുടെ ബന്ധത്തിന് ഊഷ്മളത കുറവാണെന്നോ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നല്ലോ. ആദ്യം മുതലേ ഒരുതരം നിസ്സംഗത, ഒഴിഞ്ഞു മാറി, ഒരുമിച്ച് താമസിച്ചിട്ടും അപരിചിതരെ പോലെ. അതായിരുന്നു, അറിയില്ല. കുഞ്ഞുങ്ങളുടെ മാമോദീസ് അടുത്തപ്പോൾ മെർലിക്ക് ഒരേ നിർബന്ധം, അവളുടെ കൂടെ കുഞ്ഞുമണികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഞങ്ങളും കൂടി ചെല്ലണമെന്ന്. ശനിയാഴ്ച ചെല്ലാമെന്ന് ഞങ്ങൾ സമ്മതിച്ചുമാണ്. ബുധനാഴ്ച രാത്രി അവൾ വിളിച്ചു പറഞ്ഞു, സേവിച്ചൻ വന്നിരിക്കുന്നു, ഷോപ്പിങ്ങിന് പോവാൻ. ശനിയാഴ്ച സേവിച്ചൻ എന്തോ തിരക്കാണ്, നാളെ നിങ്ങളൊന്ന് വന്നിട്ട് പോ, 1/2 മണിക്കൂർ മതിയെന്നൊക്കെ. വ്യാഴാഴ്ച ഞങ്ങൾ രണ്ടുപേർക്കും ഫ്രീ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒഴിഞ്ഞു. ഷോപ്പിൽ ചെന്നിട്ട് ഉടുപ്പിൻ്റെ പാറ്റേൺ ഞങ്ങൾ മൊബൈൽ വഴി കാണിക്കാമെന്ന് അവൾ പറഞ്ഞു. ഞാൻ ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് പ്രിയ ഓടി വന്നത്. നമുക്ക് വീട്ടിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിറക്കി. പ്രിയയുടെ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. 2 കൈകളും കൊണ്ട് അവിടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. അത് മെർലിക്കൊരു ആക്സിഡന്റ്. പ്രിയ വിതുമ്പിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കഴിഞ്ഞ് ഞാൻ, ഹോസ്പിറ്റലല്ലേ പോയിണ്ട്? വേണ്ട, ഇനി അതിൻ്റെ ആവശ്യമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പതുക്കെ താഴേക്ക് നടത്തി. എൻ്റെ ശരീരം എൻ്റെ നിയന്ത്രണത്തിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മയും പപ്പയും ആൽവിൻ ചേട്ടനും വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. ഞങ്ങൾ പോട്ടെ, നിങ്ങളൊന്ന് ഫ്രഷായിട്ട് പുന്നുമായിട്ട് പുറകെ വന്നാൽ മതി. ഇല്ലമ്മേ, ഞങ്ങളും വരുന്നു. ആലിസാൻറ്റി തനിച്ചല്ല അവിടെ, കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? മോളെടുത്തോണ്ട് ഞങ്ങൾ ഇറങ്ങുക എന്നിട്ട് പ്രിയ എന്നോടായി പറഞ്ഞു. അഞ്ചു, നീ ഇറങ്ങി സാരി മാറ്റി കംഫർട്ടബിളായി ഡ്രസ്സ് ചെയ്തിട്ട് ഇട്ട മോളെ. ഞാൻ തലയാട്ടി. മുകളിലേക്ക് കയറി പോകുമ്പോൾ കാലുകൾ ഉറക്കാത്ത പോലെ. ഒരു നിമിഷം അന്തരീക്ഷത്തിൽ പൊങ്ങി പറക്കുകയാണോ എന്ന് തോന്നി. എങ്ങനെയോ മുറിയിലെത്തി കയ്യിൽ കിട്ടിയ എന്തൊക്കെയോ സാധനങ്ങൾ ഒരു ബാഗിൽ കുത്തി നിറച്ചു. പ്രിയ താഴേന്ന് വിളിക്കുന്നു. ശൂന്യമായ മനസ്സുമായി വീട്ടിൽ നിന്നിറങ്ങി. മെർലിയുടെ കുഞ്ഞുങ്ങളുടെ മുഖവും ഓർത്തുകൊണ്ട് വണ്ടിയിൽ കയറി. അടുക്കും ചിട്ടയുമില്ലാതെ എന്തൊക്കെയോ മനസ്സിൽ വന്ന് നിറയുന്നു. മെർലിയുടെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ ഞാനും പ്രിയയും ഏറ്റെടുത്തു. ആലീസ് ആൻറ്റി നിർവികാരിയായ ഒരു കട്ടിലിരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാനായി വരുന്ന സാലി ചേച്ചി ദീർഘനിശ്വാസത്തോടെ അകത്തേക്ക് പോയി കുഞ്ഞുങ്ങൾക്ക് പാലെടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെ ഏൽപ്പിച്ചു. ഒത്തിരി ബന്ധുക്കളൊന്നും എത്തിയിട്ടില്ല, എല്ലാവരും അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. അമ്മ ആലീസ് ആൻറ്റിയുടെ അടുത്ത് തന്നെയുണ്ട്, വെറുതെ കയ്യിൽ പിടിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതെ. അല്ലെങ്കിൽ തന്നെ എന്ത് പറയാനാണ്? ആണുങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. അതിനിടയിൽ ആലീസ് ആൻറ്റി പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ചോദിച്ചു, മോന് വന്നോ? അവനെ വിളിക്ക്, എനിക്ക് അവനെ കാണണം. അമ്മ പറഞ്ഞു. ആലീസെ, മോന് പുറപ്പെട്ടിട്ടുണ്ട്, നീ ഒന്ന് അടങ്ങ്. കുഞ്ഞുങ്ങളെ പാൽ കൊടുത്ത് ഉറക്കി കിടത്തി എന്നെ അവിടെ കാവലിരുത്തിയിട്ട് പ്രിയ പുറത്തേക്ക് പോയി. തനിച്ചായപ്പോൾ എനിക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ. ആ മുറി മുഴുവൻ മെർലിയാണ്. അവളുടെ സാന്നിധ്യം മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധം എന്നെ തഴുകി നിൽക്കുന്നു. കുട്ടിക്കാലം മുതൽ എത്രയോ പ്രാവശ്യം ഈ മുറി എൻ്റേതും കൂടിയായിരുന്നു. അവളുടെ സ്പർശനം അറിഞ്ഞിട്ടുള്ള എല്ലാ വസ്തുക്കളും ഞാൻ ആദ്യമായി കാണുന്ന പോലെ നടന്ന് കണ്ടു. ചെറുപ്പത്തിൽ വേനലവധിക്ക് അവിടെ പപ്പയുടെ വകയിലുള്ള കസിൻസ് അവിടെ വീട്ടിൽ ഒത്തുകൂടുമ്പോൾ ഞാനും ആൽവിൻ ചേട്ടനും നിത്യ സാന്നിധ്യമായിരുന്നു. ആ ആഘോഷരാവുകൾ ഇന്നും ഓർമ്മയിൽ പച്ച പിടിച്ച് കിടപ്പുണ്ട്. ചെരലുകൾ വിരിച്ചിരുന്ന മുറ്റവും അവിടെ നിന്നിരുന്ന വലിയ മുല്ലയും ഓർമ്മയിൽ ഗൃഹാതുരത്വം ഉണർത്തുന്നു. മെയ് മാസത്തിലെ നിലാവും ആകാശത്തിൽ അങ്ങിങ്ങായി കാണപ്പെട്ടിരുന്ന കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളും നിറയെ പൂത്തുലഞ്ഞു നിന്നിരുന്ന മുല്ലയും അതിൻ്റെ ഹൃദ്യമായ സുഗന്ധവുമൊക്കെ എങ്ങനെ മറക്കാനാണ്? കുട്ടികളെല്ലാവരും അത്താഴം കഴിഞ്ഞ് അവിടെ ഒത്തുകൂടി തിമിർക്കും. മെർലിയാണ് ഈ ചൊരുക്കയാണ് മുതിർന്ന പെൺകുട്ടികളുടെ ഒരു ഹോബി. അവളൊരു കൊച്ചു സുന്ദരിയായിരുന്നു താനും. ഇപ്പോൾ ചരലുകളൊക്കെ എടുത്തു മാറ്റി അവിടെ മുറ്റത്ത് ടൈലുകൾ പാകിയിരിക്കുന്നു. മെർലിയെ പ്രസവത്തിന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നതിന് ശേഷം ഒരു ദിവസം അവൾ എന്നെ കോളേജിലേക്ക് വിളിച്ചു. അഞ്ചു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ ഒന്ന് വരുമോ? എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിരുന്നു. അഞ്ചു, നീ കേൾക്കുന്നില്ലേ? നാളെ നിന്നെ ഞാൻ പ്രതീക്ഷിക്കും. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് ആലീസ് ആൻറ്റിയുടെ കൂടെ പോയി. മെർലിക്ക് ട്വിൻസാണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അവളുടെ പപ്പയുടെ കുടുംബത്തിൽ ട്വിൻസിൻ്റെ ബാഹുല്യമാണ്. മെർലി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും ആ വലിയ വയറും താങ്ങി എണീറ്റ് വന്നു. ഞാൻ അവളെ കട്ടിൽ തന്നെ പിടിച്ചിരുത്തി.
വലിയ വയറും കൊണ്ട് എണീറ്റ് നിൽക്കുന്നത് കാണാനേ വയ്യ. എനിക്ക് ശ്വാസം മുട്ടുന്നു. അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചു. 2 കരങ്ങളും കവർന്നെടുത്ത് തുരുതുരെ ഉമ്മ വെച്ചു. കണ്ണുകളിലെ നീർത്തിളക്കം കണ്ടപ്പോൾ എൻ്റെ മനസ്സും കലങ്ങി. കുറച്ചു നേരം നിശബ്ദമായിരുന്നിട്ട് അവൾ പറഞ്ഞു, നമ്മൾ അടുത്തടുത്തിരിക്കുന്നെങ്കിലും നീ മനസ്സുകൊണ്ട് എന്നിൽ നിന്ന് വളരെ അകലെയായതുപോലെ എനിക്ക് തോന്നുക. ഞാനൊന്നും മിണ്ടിയില്ല. ആലീസ് ആൻറ്റി എൻ്റെ അമ്മയും ചേട്ടാനിയന്മാരുടെ മക്കളാണ്. ഈ നാട്ടിലേക്ക് തന്നെ ആലീസ് ആൻറ്റിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിൽ ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ അമ്മയാണ്. കസിൻസിൽ ഏറ്റവും അധികം അടുപ്പം എനിക്കും ആൽവിൻ ചേട്ടനും ആലീസ് ആൻറ്റിയുടെ മക്കളോടാണ്. ആലീസ് ആൻറ്റിക്ക് മോനി ചേട്ടൻ ഉണ്ടായിക്കഴിഞ്ഞ 6 വർഷം കഴിഞ്ഞാണ് മെർലി ഉണ്ടായത്. എന്നേക്കാൾ 6 മാസം ഇളയതാണെങ്കിലും ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു. അവൾക്ക് മോനി ചേട്ടനേക്കാൾ അടുപ്പം എന്നോടും ആൽവി ചേട്ടനോടുമായിരുന്നു എന്നും അങ്കിളും ആൻറ്റിയും ഒത്തിരി പുന്നാരിച്ചാണ് അവളെ വളർത്തിയത്. ശരിക്കും ഒരു കിളിക്കാമ്പെട്ടി. എല്ലാവരുടെയും കണ്ണിലുണ്ണി. സകല ആളുകളോടും സൗഹൃദം കാണിക്കും. എല്ലാവരെയും നോക്കി ചിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ അവൾ അറിയാത്ത ആരും ഉണ്ടായിരുന്നില്ല. വളർന്നപ്പോഴും ആ സ്വഭാവം മാറിയില്ല. ആലീസ് ആൻറ്റി എപ്പോഴും പറയും, നീ എപ്പോഴും അവളുടെ കൂടെ ഉള്ളതാ മോളെ, എനിക്കൊരു സമാധാനം. നിന്നെ എതിർത്ത് അവളൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. 5 ഓർമ്മകൾ ലയിച്ചിരുന്ന് എന്നെ അവൾ ഉണർത്തി. സോണിച്ചനും നീയും തമ്മിലുള്ള വിവാഹത്തിന് നീ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളവളായതുകൊണ്ട് കളരിക്കൽക്കാർക്ക് വലിയ താല്പര്യമായിരുന്നു. നീയും ഞാൻ ഒരേ കുടുംബത്തിൽ തന്നെ ചെന്ന് കയറണമെന്ന് എൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ തിരുത്താനാവാത്തൊരു തെറ്റെനിക്ക് സംഭവിച്ചു പോയി. സത്യത്തിൽ നിന്റെയും സോണിച്ചൻ്റെയും കല്യാണത്തിന് മുമ്പ് നിന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നും ഈ കല്യാണത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സാധിച്ചില്ല. വിധി എന്നൊന്നുണ്ടല്ലോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഞങ്ങൾ കോയമ്പത്തൂർ താമസിക്കാൻ പോയി നിനക്കറിയാലോ. ബിസിനസിൻ്റെ സീസൺ ആയപ്പോൾ പപ്പ സോണിച്ചനെ അങ്ങോട്ട് പറഞ്ഞയച്ചു സേവിച്ചനെ സഹായിക്കാൻ. സോണിച്ചൻ കുറച്ച് റിസർവ്ഡ് ടൈപ്പാണല്ലോ. സേവിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം. എന്നെ നിനക്കറിയാലോ, ഒരാളെപ്പോലും വെറുതെ വിടില്ല. എന്നെ എൻ്റെ സൗന്ദര്യത്തെ മറ്റുള്ളവർ അഡ്മയർ ചെയ്യുന്നത് എന്നും എനിക്കൊരു ഹരമായിരുന്നു. ചെറുപ്പത്തിൻ്റെ ഒരു ഇളക്കം. ആരോടും പ്രത്യേകിച്ച് പ്രേമവുമില്ല, താല്പര്യവുമില്ല. പക്ഷേ എല്ലാവരും എന്നെ നോക്കണം, ശ്രദ്ധിക്കണം. ഒരുതരം ഫ്ലേർട്ടിംഗ് സ്വഭാവം. ദേഹത്ത് തൊട്ടുള്ള സ്നേഹത്തിന് നിന്നു കൊടുക്കാറുമില്ല. നമ്മൾ പഠിച്ച വികാർ ഓഫ് വേക്ക്ഫീൽഡിലെ കഥാപാത്രങ്ങൾ നീ ഓർക്കുന്നില്ലേ? ഒലീവിയയും സോഫിയയും. ഞാനതിൽ ഒലീവിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. മെർലിയെ നിർത്തി എന്തോ ആലോചനയിൽ മുഴുകി. നീ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PG ആയിരുന്ന എന്താ മോളെ? വലിയൊരു നഷ്ടമായി. ഞാൻ കുസൃതിയോടെ പറഞ്ഞു. എടി, ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ ആളെ വട്ടാക്കരുത്. മെർലി വിടുന്ന മട്ടില്ല. അല്ല, നീ ഇത് എന്തിനുള്ള പുറപ്പെടാ? എനിക്ക് പോണടി. തുണിയൊക്കെ കഴുകിയിടണം, പൊന്ന് കൂടപ്പിറപ്പേ. ഞാൻ പോവാനായി എഴുന്നേറ്റു. നീ അവിടെ ഇരുന്നേ. എത്രയോ നാളുകൾക്ക് ശേഷം നിന്നെ ഒന്ന് കയ്യിൽ കിട്ടിയതാ. ഇന്ന് വിടുന്ന പ്രശ്നമില്ല. ഇന്ന് എൻ്റെ കൂടെ കൂടടി. എനിക്ക് എല്ലാം ഒന്ന് ഇറക്കി വെക്കണം അഞ്ചു. നിന്നോടല്ലാതെ ആരോടാണ് എൻ്റെ ഹൃദയം തുറക്കാൻ കഴിയുന്നത്? സോണിച്ചൻ ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന സമയത്ത് 1-2 ദിവസം സേവിച്ചതിൻ്റെ ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂർ തങ്ങേണ്ടി വന്നു. അന്നാണ് ആ തെറ്റ് സംഭവിച്ചത്. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റ്. കുറ്റബോധത്താൽ ഞങ്ങൾ രണ്ടുപേരും നേറി. സേവിച്ചൻ തിരിച്ചെത്തിയ അന്ന് തന്നെ സോണിച്ചൻ നാട്ടിലേക്ക് പോന്നു. പക്ഷേ ആ അഭിശപ്ത നിമിഷം എനിക്ക് 2 കുരുന്നുകളെ വയറ്റിൽ നൽകി. നിങ്ങളുടെ കല്യാണത്തിന് നാട്ടിൽ വന്നപ്പോഴേ എനിക്ക് ചെറുതായിട്ട് മോർണിംഗ് സിക്നസ് അനുഭവപ്പെട്ടിരുന്നു. സേവിച്ചനോട് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നതിന് മുമ്പ് അബോർഷന് വേണ്ടി ഞാൻ ശ്രമിച്ചതാണ്. പരിശോധനയിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്തോ എനിക്ക് അബോർഷന് വേണ്ടി ശ്രമിക്കാൻ തോന്നിയില്ല. വെറുങ്ങലിച്ച് നിൽക്കുന്ന എൻ്റെ കയ്യിൽ അമർത്തി പിടിച്ച് തിരുതിരെ ചുംബിക്കുകയും കരയുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ എല്ലാം മറന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു. നീ എടുത്ത തീരുമാനം വളരെ ഉചിതമായ തീരുമാനം തന്നെയാണ് മോളെ. ഒരു ജീവനെ പോലും അറിഞ്ഞോ അറിയാതെ നശിപ്പിക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ പിറക്കാനും ജീവിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കാവില്ലല്ലോ. അഞ്ജു, ഇതെനിക്കല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും അറിയില്ല. ഇപ്പം നിനക്കും. നിന്നിൽ നിന്നും പുറത്തു പോയില്ലെന്ന് എനിക്കറിയാം. എന്തായാലും കളരിക്കലെ കുഞ്ഞുങ്ങളായി അവർ വളരുമല്ലോ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ രഹസ്യം എന്നിൽ തന്നെ ഒതുങ്ങണമെന്നുമാണ് ഇവിടെ വരുന്നവരെ ഞാൻ ആഗ്രഹിച്ച്. പിന്നീട് എനിക്ക് തോന്നി നീ അതറിയണമെന്ന്. സോണിച്ചിനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ അഞ്ജു? വിവാഹത്തിന് മുമ്പ് പറ്റിയൊരു തെറ്റ്, ഒരു ഫാസിനേഷൻ ഒരു സ്ത്രീയോട് തോന്നിപ്പോയി. ഞാനായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഞാൻ മൂല നിങ്ങളുടെ ബന്ധം ഇങ്ങനെയായത്. സോണിച്ചൻ്റെ കുറ്റബോധമാണ് നിങ്ങളുടെ ബന്ധത്തിലെ വില്ലനെന്നാണ് എനിക്ക് മനസ്സിലായത്. സോണിച്ചൻ ആ സമ്പത്തിന് ശേഷം എൻ്റെ മുമ്പിൽ അധികം വരാറില്ല, എന്നോട് മിണ്ടാറില്ല. എന്നോടുള്ള മനോഭാവം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു ചീത്ത സ്ത്രീ ആയിട്ടായിരിക്കും എന്നെ കരുതുന്നത്. എന്ത് ചെയ്യാനാടി, ഞാൻ ഇങ്ങനെയായിപ്പോയി. മെർലി, നീ ഇങ്ങനെ സ്വയം ഒരുക്കിയിട്ടോ നിന്നെ തന്നെ താഴ്ത്തി കെട്ടിയിട്ട് എന്ത് നേടാനാ മോളെ? നിന്നെ എനിക്കറിയാലോ. ഒരു നിമിഷത്തിലൊരു അബദ്ധം. ഇത് ലോക ചരിത്രത്തിലെ ആദ്യ സംഭവം എന്നല്ലല്ലോ. നീ സന്തോഷവതിയായിരിക്കണം. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനല്ലേ നമ്മുടെ മുൻഗണന. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിടക്കുമല്ലേ?
പ്രിയയുടെ സ്വരമാണ് ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അഞ്ജു, മോനിച്ചേട്ടനും കുടുംബം എത്തിയിട്ടുണ്ട്. അന്നച്ചേച്ചി വീണ്ടും പ്രഗ്നന്റ് ആണല്ലേ? ആലിസാനെ സൂചിപ്പിച്ചിരുന്നു. പ്രസവം ഇവിടെയാണെന്നും പറഞ്ഞിരുന്നു. അഞ്ജു, മെർലി ഇപ്പോൾ കൊണ്ടുവരും. അരമണിക്കൂറോട് വെക്കും. കളരിക്കിലേക്ക് അവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് കളരിക്കിലേക്ക് പോകണം. കുഞ്ഞുങ്ങളുടെ അത്യാവശ്യമായ സാധനങ്ങൾ സാലി ചേച്ചി ബാഗിനുള്ളിലാക്കി തരും. സാലി ചേച്ചി ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കളരിക്കിലേക്ക് പോകുന്നു നിന്നെയും കൂട്ടിയിട്ടാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട്. മെർലി, നീ എവിടെയാണ്? എന്നെ തനിച്ച് വിട്ടല്ലോ നീ മോളെ. നനുത്ത പുഞ്ചിരിയോടെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നീ എൻ്റെ കൂടെ ഇല്ലല്ലോ. കളരിക്കലേക്ക് വന്നു കയറുമ്പോൾ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളെ കണ്ട് അമ്മച്ചി വലിയ സങ്കടത്തോടെ കരഞ്ഞ് ബഹളം വെച്ചു. സ്വയം ആശ്വസിക്കാനും അമ്മച്ചിയെ ആശ്വസിപ്പിക്കാനും ഒക്കാതെ ഒരു മരപ്പാവയെ പോലെ അവിടെ എവിടെ ഒതുങ്ങി നിന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ സന്ധ്യയായി. കുഞ്ഞുമണികൾക്ക് സാലി ചേച്ചിയോട് ആലിസാൻഡിയോടും മെർലിയേക്കാൾ കൂടുതൽ അടുപ്പവും ഇണക്കവുമുണ്ട്. സാലി ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് രാത്രി ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. ഇനി എന്ത് എന്നുള്ള ആലോചന പിറ്റേ ദിവസം മുറുകി വന്നു. സാലി ചേച്ചിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോയാലോ എന്ന് ആലിസാൻഡി എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു. അതാണ് നല്ലതെന്ന് എല്ലാവരും ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ മോനിച്ചേട്ടൻ സമ്മതിച്ചില്ല. പെറ്റമ്മയില്ലാതെ 2 പൊടിക്കുഞ്ഞുങ്ങൾ അമ്മ എങ്ങനെ നോക്കും? ഭാവി കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. സേവിച്ചനാ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. മോനിച്ചേട്ടൻ പറഞ്ഞു. മോനെ, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കിട്ടിയ നിധികളാ. കളരിക്കൽ വളരേണ്ട കുഞ്ഞുങ്ങളാ ഇവര്. അമ്മയില്ലാത്ത പൊടിക്കുഞ്ഞുങ്ങളെ സേവിച്ചാൻ തന്നെ വിചാരിച്ചാൽ വളർത്താനൊക്കുവോ? അവനെ കുറച്ച് സമയം കൊടുക്ക്. അവൻ വേണ്ട ചെയ്യും. എനിക്ക് പ്രായമായല്ലോ, അല്ലെങ്കിൽ ഞാൻ അവരെ ഇവിടെ വളർത്തിയേനെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 2 ആയമാരെ വെച്ച് ഞാൻ വളർത്തും. പക്ഷേ എൻ്റെ മനസ്സ് എത്തുന്നിടത്ത് ശരീരത്തില്ല, അതേ ഉള്ളൂ. കളരിക്കലെ അമ്മച്ചി പറഞ്ഞു. ഞാനൊരു സജഷൻ പറയാം. 2 പേരെ വളർത്താനല്ലേ ബുദ്ധിമുട്ട്? ഒരു കാര്യം ചെയ്യാം, ഒരാൾ ഇവിടെ ഒരാൾ അവിടെ ആയാലോ? ഭാരം നമുക്ക് ഷെയർ ചെയ്യാം. മോനു ചേട്ടൻ എങ്ങും നോക്കാതെ പറഞ്ഞു. മോനു, തൽക്കാലം ഞാനിവിടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാം. 5 ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട്. അവൾ എൻ്റെ കൂടെ ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ശരി, അമ്മയുടെ ഇഷ്ടം. ആലീസാൻഡിയുടെ കൂടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനും കൂടി. കുഞ്ഞുമണികൾ വളരെ പെട്ടെന്ന് തന്നെ എന്നോട് അടുത്തു. ഒരാഴ്ച പെട്ടെന്ന് പോയി. കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ പള്ളിയിലും മെർലിയുടെ കല്ലറയിലും പോയി പ്രാർത്ഥിച്ചിട്ട് അടുത്തുള്ള മഠത്തിൽ കയറി. മദറിനോട് കുട്ടികളെ നോക്കാനായി ഒരു സ്ത്രീയെ കിട്ടുമോ എന്ന് ചോദിച്ചു. കിട്ടുമെങ്കിൽ വിളിച്ചു പറയുമെന്നുള്ള ഉറപ്പിൽ വീട്ടിലോട്ട് പോന്നു. പിറ്റേ ദിവസം മദർ ഒരാളെ പറഞ്ഞയച്ചു. ആനി ചേച്ചി കുട്ടികളെ നോക്കി പരിചയമുണ്ട്. ആലീസാൻഡിക്കും അമ്മച്ചിക്കും ബോധിച്ചു. അങ്ങനെ ആദ്യ ഭാഗം വിജയിച്ചു. വൈകുന്നേരം പ്രിയെ വിളിച്ച് സംസാരിച്ചു. തീരുമാനം പറഞ്ഞു. നീ ശരിക്കും ആലോചിച്ചിട്ടാണോ വരും വരായികളൊക്കെ? പ്രിയ ആശങ്ക മറച്ചു വെച്ചില്ല. എല്ലാം നന്മക്കായി വരട്ടെ എന്ന് ആശിക്കാനല്ലേ ഒക്കൂ പ്രിയ. താൻ പപ്പയോടും അമ്മയോടും ആൽവിൻ ചേട്ടനോടും പറയണം. ശരി, ഇവിടെ ഞാൻ പറയാം. അവിടെയുള്ളവരുടെ റെസ്പോൺസ് അറിയിക്കണേടി. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഫോൺ വെച്ചു. വൈകുന്നേരം അത്താഴ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന നേരം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി, ഈ കുഞ്ഞുങ്ങളെ ഞാനും സോണിച്ചനും നിയമമായിട്ട് തന്നെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. സേവിച്ചതിന് എതിർപ്പൊന്നുമില്ല. അമ്മച്ചി ആലിസാൻഡി എന്തു പറയുന്നു? ഒരേ വയറ്റിൽ 10 മാസം ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് പിറന്നു വീണ കുഞ്ഞുങ്ങളെ പിരിക്കുന്നതിൽ പരം ദ്രോഹം അവരോട് ചെയ്യാനില്ല. മെർലിയുടെ ആത്മാവത് സഹിക്കില്ല. ഇത് കാലം എനിക്കായി കരുതി വെച്ചാണെന്ന് ഞാൻ കരുതുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാം. ഉറ്റവരോടെല്ലാം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിനുശേഷമേ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും. മോളെ, നീ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ നീയും സോണിച്ചനും ചെറുപ്പല്ലേ, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലേ? അമ്മച്ചി ചോദിച്ചു. ഉണ്ടാവാം, പക്ഷേ ഞങ്ങളുടെ ആദ്യത്തെ കൺമണികൾ ഇവർ തന്നെയാവും. എൻ്റെ മെർലിയുടെ കുഞ്ഞുങ്ങളെ ഞാനായിട്ട് ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഞാൻ പറഞ്ഞു. അമ്മച്ചി, ഈ പൊടിക്കുഞ്ഞുങ്ങളെ സേവിച്ചാൻ തനിച്ച് വളർത്താൻ ഒക്കുമോ? അപ്പോൾ സേവിച്ചനൊരു കല്യാണം കഴിക്കണം. വരുന്ന പെണ്ണ് ഈ കുഞ്ഞുങ്ങളെ സ്വന്തം എന്ന് കരുതുന്നു എന്തുറപ്പാവുള്ളത്? ആലീസാൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കും നിൽക്കാതെ അടുക്കളയിലേക്ക് പോയി. മെർലിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് സോണിച്ചനുമായി ഒരു സൗഹൃദം ഉണ്ടാക്കാനായി ഒരാഴ്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോണിച്ചൻ കുറച്ച് റിസർവ് ടൈപ്പാണെന്നുള്ള മെർലി പറഞ്ഞു. സോണിച്ചൻ്റെ സ്വഭാവമോ താല്പര്യങ്ങളോ മറ്റൊന്നുമോ മനസ്സിലാക്കാൻ തനിക്ക് അവസരങ്ങൾ കിട്ടിയിരുന്നുമില്ല. എൻ്റെ ഭാഗത്തുനിന്നും മനഃപൂർവ്വം അങ്ങനെ ശ്രമം ഉണ്ടായിട്ടുമില്ല. എന്തായാലും ഇപ്പം എൻ്റെ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അപരിചിത്വം മാറിക്കിട്ടി. ഞങ്ങളുടെ സംഭാഷണങ്ങളിലൊന്നും മെർലി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. അവൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കാണുമെന്നൊരു സംശയം സോണിച്ചിന് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അടുക്കള ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആലിസാൻഡി വന്നിട്ട് പറഞ്ഞു. മോളെ, നീ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോവുമല്ലേ? ഞാൻ ഇവിടുത്തെ അമ്മച്ചിയുടെ റൂമിൽ നിന്ന് പോയിട്ട് വന്നേക്കാം. കൈ കഴുകി റൂമിലേക്ക് വന്നു. ഒരാൾ തൊട്ടിലിൽ കിടന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് കിണുങ്ങുന്നു. തൊട്ടിൽ പതുക്കെ ആട്ടിക്കൊണ്ടൊരു താരാട്ട് പതുക്കെ മൂളി. ഭാഗ്യം, പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അല്ലെങ്കിൽ ഇവളുടെ ബഹളം കേട്ടാൽ മറ്റേയാൾ എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങും. തൊട്ടിലിൽ പിടിച്ചുകൊണ്ട് അനങ്ങാതെ കുറച്ചു നേരം നിന്നു.
പെട്ടെന്ന് ആരോ എൻ്റെ കാതോരം വന്ന് എന്തോ പറയുന്ന പോലെ തോന്നി. തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. ആരുടെയോ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടില്ലോ. ആരാണ്? അവളാണോ? ആരോ കഥകിൽ പതുക്കെ മുട്ടി. ചെന്ന് കഥക് തുറന്നു. ആ, സോണിച്ചനാ, വരൂ. ഞാൻ മാറിയിരുന്നു. കുഞ്ഞുങ്ങൾ ഉറങ്ങിയല്ലേ? കിടക്കുന്നതിന് മുമ്പ് അവരൊന്ന് കാണാൻ തോന്നി, അതാ വന്ന്. സോണിച്ചൻ പറഞ്ഞു. അതിനെന്താ, അകത്തേക്കൊന്ന് കാണാമല്ലോ. തുറന്നിട്ട ജനലിൻ്റെ അരികിൽ പേരറിയാത്തൊരു കിളിയുടെ കുറുകൽ കേട്ട് സോണിച്ചൻ അങ്ങോട്ട് നോക്കി. ഞങ്ങൾ വന്നന്ന് മുതൽ ഈ കിളിയുടെ കാവല. ഒന്നുകിൽ പാരപ്പറ്റിലിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ കാണും. ജനലടച്ചാലേ പറന്നു പോവും. അതുകൊള്ളാലോ. സോണിച്ചൻ പുറത്തേക്ക് എത്തിയതുകൊണ്ട് പറഞ്ഞു. ശരി, കിടന്നു. നേരെ ഒത്തിരിയായി, ഞാൻ പോട്ടെ. ജനലടച്ചേക്കാം, തണുപ്പുണ്ടല്ലോ. സോണിച്ചൻ ജനലടക്കാൻ തുടങ്ങിയപ്പോൾ ആ കിളി ഒരു പ്രത്യേകതരം ശബ്ദം കേൾപ്പിച്ചിട്ട് ചിറകടിച്ച് രാത്രിയുടെ നിശബ്ദതയിലേക്ക് പറന്നുപോയി. കാർമേഘങ്ങൾ ഒഴിഞ്ഞ ആകാശം പൂനിലാവിനെ വാരിപ്പുണർന്നുകൊണ്ട് സുഖസുഷുപ്തിയിലേക്ക് പ്രവേശിച്ചു. ഭാരമൊഴിഞ്ഞ തൂവൽ പോലെയുള്ള ഹൃദയവുമായി പുതിയൊരു പുലരിയെ സ്വപ്നം കണ്ട് ഞാനും ഉറക്കത്തിലേക്ക് വഴുതി വീണു.